ഡിപ്രഷൻ അനുഭവിക്കുന്നവര് ഈ സൂയിസൈഡ് ടെൻഡൻസി കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. പൊതുവെ ഈ റീൽസും കാര്യങ്ങളുമാണ് ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ അറിവൊക്കെ കൊടുക്കുന്നത്. എനിക്ക് ഡിപ്രഷൻ സ്റ്റേജിൽ സൂയിസൈഡ് ചെയ്യാൻ തോന്നും എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി അങ്ങനെ ഉണ്ടോ? സൂയിസൈഡ് ടെൻഡൻസി തോന്നുന്നു ഒരു ഡീപ്പായിട്ട് ഡിപ്രസ്ഡ് ആണ് നമുക്ക് തോന്നാം. കാരണം ജീവിതത്തിൽ പ്രതീക്ഷയില്ല, മൊത്തം ഹോപ്പ്ലെസ്നെസ്സിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട് ഡിപ്രഷനിൽ. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരും ഇപ്പം ഈ ഫോണുള്ളപ്പം നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉള്ള പോലെ നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലേ, ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകളോളം നിൽക്കും. അപ്പം ശരിക്കും റിയൽ വേൾഡുമായിട്ട് നമ്മളെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേദന വന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫോണിനെയാണ്. അപ്പോൾ കാരണം നമുക്ക് റിയലി വേറൊരാളോട് ഷെയർ ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ ChatGPT ആയിരിക്കും ചോദിക്കുക. അതല്ലെങ്കിൽ നമ്മൾ റീൽസ് കാണും, അല്ലെങ്കിൽ യൂട്യൂബിൽ ആരെങ്കിലും ഇത് റിലേറ്റഡ് കോണ്ടന്റ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കും. അതിൽ നിന്നൊക്കെ ഉത്തരം കിട്ടുമോ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബീങ് ആണ്. ചിലപ്പോൾ ഒരു മനുഷ്യൻ സാരയില്ല പോട്ടെ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞാലും സൂയിസൈഡ് ടെൻഡൻസിക്കൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വെച്ചോണ്ടിരിക്കാതിരിക്കുക മാക്സിമം.